ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ടെക്നീഷ്യൻ തസ്തികകളിലും ഫാർമസിസ്റ്റ് തസ്തികകളുമുള്ള ഒഴിവുകളുടെ നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 16/6/2025 വൈകിട്ട് 5 മണി വരെയാണ്. ഫിറ്റർ, ഇലക്ട്രോണിക് മെക്കാനിക്, ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രോപ്ലേറ്റർ, വെൽഡർ, ആൻഡ് AC, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ, ഫോട്ടോഗ്രാഫി, കാർപ്പന്റർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഫാർമസിസ്റ്റ് എന്നിങ്ങനെ 64 ഒഴിവുകളാണ് ഈ വിജ്ഞാപന പ്രകാരമുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ടെക്നീഷ്യൻ ബി ലെവൽ 3, ശമ്പളം വരുന്നത് 21,700 രൂപ മുതൽ 69,100 രൂപ വരെ. പോസ്റ്റ് കോഡ് 1531. തസ്തിക ഫിറ്റർ, വേക്കൻസി 20, അണ്ടർ റിസർവ്ഡിന് 9, OBCക്ക് 6, SCക്ക് 4, EWCക്ക് 1. ഇതിൽ ഒരു വേക്കൻസി PWD കാറ്റഗറി സിക്കും 2 വേക്കൻസി എക്സ് സർവീസ്മെനും മാറ്റിവെച്ചിരിക്കുന്നു. പോസ്റ്റിംഗ് സെന്റർ വരുന്നത് VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും ഫിറ്റർ ട്രേഡ് പാസ്സായിരിക്കണം. അടുത്ത പോസ്റ്റ് കോഡ് 1532. ഇലക്ട്രോണിക് മെക്കാനിക്, 11 ഒഴിവുകളാണുള്ളത്. അണ്ടർ റിസർവ്ഡിന് 4, OBCക്ക് 4, SCക്ക് 1, EWCന് 2. ഒരു വേക്കൻസി PWBD കാറ്റഗറി ഡിക്കും 1 വേക്കൻസി എക്സ് സർവീസ്മാനും മാറ്റിവെച്ചിട്ടുണ്ട്. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് പാസ്സായിരിക്കണം. അടുത്ത പോസ്റ്റ് കോഡ് 1533. തസ്തിക ടർണർ, ഒഴിവ് വരുന്നത് 6, അണ്ടർ റിസർവ്ഡ് 2, OBCക്ക് 3, EWCന് 1. ഇത് എക്സ് സർവീസ്മാൻമാർക്ക് 1 വേക്കൻസി മാറ്റിവെച്ചിട്ടുണ്ട്. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും ടർണർ ട്രേഡ് പാസ്സായിരിക്കണം. അടുത്ത പോസ്റ്റ് കോഡ് 1534. മെഷീനിസ്റ്റ്, ഒഴിവ് വരുന്നത് 5, അണ്ടർ റിസർവ്ഡ് 3, OBCക്ക് 1, SCക്ക് 1. എക്സ് സർവീസ്മാൻമാർക്ക് 1 ഒഴിവ് മാറ്റി വെച്ചിട്ടുണ്ട്. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ SLC പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും മെഷീനിസ്റ്റ് ട്രേഡ് പാസ്സായിരിക്കണം. അടുത്ത പോസ്റ്റ് കോഡ് 1535. ഇലക്ട്രീഷ്യൻ, 5 ഒഴിവുകളാണുള്ളത്. അണ്ടർ റിസർവ്ഡ് 3, OBCക്ക് 1, STക്ക് 1. PWBD കാറ്റഗറി ബിക്ക് 1 വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും ഇലക്ട്രീഷ്യൻ ട്രേഡ് പാസ്സായിരിക്കണം. വരുന്നത് 1536. ഇലക്ട്രോപ്ലേറ്റർ, 3 ഒഴിവുകളാണുള്ളത്. അണ്ടർ റിസർവ്ഡ് 1, SCക്ക് 1, EWCന് 1. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും ഇലക്ട്രോപ്ലേറ്റർ ട്രേഡ് പാസ്സായിരിക്കണം. 1537. വെൽഡർ, ഒഴിവുകൾ 2 എണ്ണമാണുള്ളത്. അത് അണ്ടർ റിസർവ്ഡ് മാറ്റിവെച്ചിരിക്കുന്നു. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും വെൽഡർ ട്രേഡ് പാസ്സായിരിക്കണം. അടുത്തത് 1538. MR ആൻഡ് AC, 1 ഒഴിവാണുള്ളത്. OBCക്കാണ് ഒഴിവ് മാറ്റി വെച്ചിരിക്കുന്നത്. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ട്രേഡിൽ പാസ്സായിരിക്കണം. അടുത്തത് 1539. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ, 1 ഒഴിവാണുള്ളത്. പോസ്റ്റിംഗ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ട്രേഡ് പാസ്സായിരിക്കണം. അടുത്തത് 1540. ഫോട്ടോഗ്രാഫി, 1 ഒഴിവാണുള്ളത്. അത് അണ്ടർ റിസർവ്ഡ് മാറ്റി വെച്ചിരിക്കുന്നു. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും ഫോട്ടോഗ്രാഫർ ട്രേഡ് പാസ്സായിരിക്കണം. 1541. കാർപ്പന്റർ, 1 ഒഴിവാണുള്ളത്. അത് അണ്ടർ റിസർവ്ഡ് മാറ്റി വെച്ചിരിക്കുന്നു. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NICയിൽ നിന്നും കാർപ്പന്റർ ട്രേഡ് പാസ്സായിരിക്കണം.
അടുത്ത പോസ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ്മാൻ ബി ലെവൽ 3, ശമ്പള സ്കെയില് 21,700 മുതൽ 69,100 രൂപ വരെ. പോസ്റ്റ് കോഡ് 1542. മെക്കാനിക്കൽ 7 ഒഴിവാണുള്ളത്. UR-ന് 3, OBC-ക്ക് 2, SC-ക്ക് 1, EWS-ന് 1. ഒരു ഒഴിവ് എക്സ് സർവീസിന് മാറ്റി വെച്ചിട്ടുണ്ട്. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ITI, NDC അല്ലെങ്കിൽ NIC-യിൽ നിന്നും ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ട്രേഡ് പാസ്സായിരിക്കും. അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് എ ലെവൽ 5, ശമ്പള സ്കെയിൽ വരുന്നത് 29,200 മുതൽ 92,300 രൂപ വരെ. പോസ്റ്റ് കോഡ് 1543. ഫാർമസിസ്റ്റ് എ ഒരൊഴിവാണുള്ളത്. അത് അൺറിസർവ്ഡ് മാറ്റി വെച്ചിരിക്കുന്നു. പോസ്റ്റിംഗ് വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ SLC പാസ്സായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഫാർമസി. ഇതിന്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. ഈ ഏജ് റിലാക്സേഷൻ നോക്കാം. SC/ST-ക്ക് 5 വർഷവും OBC-ക്ക് 3 വർഷവും PWBD-ക്കും എക്സ് സർവീസ്മാൻമാർക്കും ഗവൺമെന്റ് അംഗീകൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റുമാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. റിട്ടേൺ ടെസ്റ്റിൽ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സിലബസ് വരുന്നത് കരിക്കുലം ബേസ് ആണ്. നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആണ്. ഓരോ മാർക്കാണ്, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. 0.33% നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അതായത് തെറ്റുത്തരത്തിന് 0.33% നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് പാസ്സാകാനുള്ള മാർക്കിന്റെ ക്രൈറ്റീരിയ: ജനറൽ വിഭാഗത്തിന് EWS-നും 80-ൽ മിനിമം 32 മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ റിസർവേഷൻ കാറ്റഗറിക്ക് 80-ൽ 24 മാർക്ക് മതിയാവും. സ്കിൽ ടെസ്റ്റിൽ അൺറിസർവ്ഡിനും EWS-നും 100-ൽ 50 മാർക്ക് നേടണം. റിസർവേഷൻ കാറ്റഗറിക്ക് 100-ൽ 40 മാർക്ക് മതിയാകും. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.vssc.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 16/6/2025, അതായത് 16 ജൂൺ 2025 വൈകിട്ട് 5 മണി. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ടത്. SC/ST, OBC, PWBD, എക്സ് സർവീസ്മാൻമാർ, അതുപോലെ വനിതാ ഉദ്യോഗാർത്ഥികളും റിട്ടേൺ ടെസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ സമർപ്പിക്കുന്ന 500 രൂപ ആപ്ലിക്കേഷൻ ഫീ റീഫണ്ടായി ലഭിക്കും. അതുപോലെ മറ്റ് കാൻഡിഡേറ്റ്സ്, അതായത് റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ചാർജ് കഴിച്ച് 400 രൂപ റീഫണ്ടായി ലഭിക്കും. റിട്ടേൺ ടെസ്റ്റിന്റെ സെന്ററുകൾ നോക്കാം. കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം ഈ 3 സ്ഥലങ്ങളാണ് റിട്ടേൺ ടെസ്റ്റിന് സെന്ററുകളായിട്ട് വരുന്നത്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെക്കുറിച്ച് പരാമർശിക്കാനുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ITI പാസ്സായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ്. ആരും പാഴാക്കാതിരിക്കുക. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.